ആരും മിണ്ടരുത് കേട്ടോ. ഞാനൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് ഉറക്കിയതാ. ഉറങ്ങാത്ത കുട്ടിയാട്ടോ. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കാരണം ഉറക്കനെ സംസാരിക്കാൻ പേടിയാ. കാരണം പെട്ടെന്ന് ഉണരും. നമുക്ക് ഉറക്കനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിരികെയ്തലൊന്നും നടക്കൂല. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് പിരികെയ്തി കൊടുക്കാം. അപ്പോൾ ഡ്യൂട്ടിക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാ ഈ കൺമഷിയാണ് കേട്ടോ. ഹെർബലിൻ്റെ ഈ കൺമഷിയാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട. ഇതിൽ അധികം കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണ്ണൊക്കെ ഇതുകൊണ്ട് എഴുതി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പിരികം വേണമെങ്കിൽ ഇതുകൊണ്ട് എഴുതാം കേട്ടോ. കാരണം ഇത് എന്താ പറയണ്ടേ, വേഗം മയഞ്ഞൊക്കെ പോവും. അപ്പോൾ കണ്ണിനൊക്കെ ഇത് എഴുതി കൊടുക്കുക. കാരണം കണ്ണ് എനിക്ക് ഇതുകൊണ്ട് എഴുതാൻ പേടിയാണ്. അതാണ് ഞാൻ കണ്ണ് ഇതുകൊണ്ട് പിരിക ഇതുകൊണ്ടാണ് എഴുതൽ കേട്ടോ. കാരണം ഇതുകൊണ്ട് പിരിക എഴുതിയാൽ പെട്ടെന്ന് മയഞ്ഞു പോവും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ പൗഡറാണ് കേട്ടോ. ഹിമാലയൻ്റെ അല്ല, സെബാമെഡാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയൻ്റെ ഒരുപാട് റിവ്യൂ കണ്ട് അതിൻ്റെ pH ലെവലിൻ്റെ ഒക്കെ ഓരോ ഇഷ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ ഹിമാലയ യൂസ് ചെയ്യാറില്ല. ഡ്യൂട്ടിക്ക് സെബാമെഡിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നാൽ ഡ്യൂട്ടി ഉണരും. പിന്നെ പിരികെയ്തൽ നടക്കൂല. അതിനു മുന്നേ നമുക്ക് ആദ്യം പിരികല്ലേ എഴുതി സുന്ദരിയാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് ഡ്യൂട്ടിനെ പുറപ്പിടിച്ചൊക്കെ എങ്ങനെയുണ്ട് എന്ന്. നമ്മുടെ വാവക്ക് പകൽ ഉറങ്ങി വലിയ ശീലമൊന്നുമില്ല കേട്ടോ. പകല് ഞാനിലെ തീരെ ഉറങ്ങാറില്ല. എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ വാവ എണീക്കും. അതുമാത്രമല്ല കേട്ടോ, വാവ ഉറങ്ങുന്ന സമയത്ത് ചെറിയൊരു ശബ്ദം കേട്ടാൽ അതുപോലെ തന്നെ നമ്മൾ അവളെ തൊട്ടാലൊക്കെ വേഗം എണീറ്റിങ് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കണ്ണേരി പൊട്ടു തൊടിയിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണങ്ങനെ എഴുതിക്കാറില്ല കേട്ടോ. അപ്പൊ കണ്ണ് ഞാൻ എഴുതിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞു അവർക്ക് കണ്ണെഴുതി കൊടുക്കാത്തതിന്. എന്റെ കഷ്ടപ്പാടായിരിക്കും അറിയൂലോ. അപ്പോ ആ ചോദിച്ചോടുള്ള ഈ വീഡിയോ ഒന്ന് കാണട്ടെ. നമ്മൾ പിരികെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി പെട്ടെന്ന് ഉണരും. അപ്പോൾ ഉണർന്നാലും പ്രശ്നമില്ല. നമ്മൾ പൗഡർ ഇട്ട് കൊടുത്താൽ പിന്നെ കൈ കൊണ്ട് വരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്ന് വരയ്ക്കുന്നതിനെക്കാട്ടും ഓരോന്ന് പൗഡർ ഇട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പൗഡർ ഇടാം. അപ്പോ എന്ത് ചെയ്യുന്ന സമയത്തും സൂക്ഷ്മമായി ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ എണീച്ചാ പോയില്ലേ, പിന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എണീക്കാണ്ട് നോക്കുകയാണ്. എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കൂല അല്ലെ. ചില മക്കൾ പിരിവൊക്കെ എഴുതുന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല, പകലൊക്കെ നന്നായി ഉറങ്ങുന്ന മക്കളായിരിക്കും. എന്നാൽ ചില മക്കള് എന്റെ മോളെ പോലെ പിരികെഴുതാന് സമ്മതിക്കൂല, പകലിട്ട് ഉറങ്ങിയില്ല കേട്ടോ. അത്തരത്തിലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കേറി കമന്റ് ചെയ്യണേ. അപ്പൊ കണ്ടോ, ഞാനേ കണ്ടോ പിരികെയുന്ന സമയത്ത് ഇത് ഉണർന്നോണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നാണ്. എന്നാലും എന്തോ ഒരു ഭാഗ്യത്തിന് കൈകൊണ്ട് തട്ടി ഒന്ന് ആട്ടുമ്പോഴത്തേക്ക് വാവ ഉറങ്ങിട്ടോ. പിന്നെ ഞാനെടുത്ത് ചോലിൽ കിടത്തി. എന്തായാലും നിലത്ത് കിടന്നോള് ഉറങ്ങാൻ പോകുന്നില്ല. അപ്പൊ ചോലിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഉറങ്ങുന്നുണ്ട് കേട്ടോ. യാലേക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമ്മളെ കൈ കിടന്ന് എത്ര നേരമാണ് ഉറങ്ങും കേട്ടോ. കൈച്ചൂട് പിടിച്ച് ഉറങ്ങാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിലത്ത് കിടത്തി അന്നേരം എണീക്കും. ഞാൻ എന്തായാലും ഇപ്പൊ നിലത്ത് കിടത്താൻ വേണ്ടി പോകുന്നില്ല. കാരണം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല കേട്ടോ. എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കണ്ണ് ഞാൻ എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട്. എന്നാൽ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഓൾ എനിക്ക് ഇരുന്ന് തരൂല ഗൈസ്. ഇത്തിടും വലുതായ ചിലപ്പോൾ ഇരുന്ന് തരുമായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. വീഡിയോന് വേണ്ടി എന്റെ മോൾ എന്തായാലും സഹകരിച്ചിട്ടുണ്ട്. കാരണം എന്റെ മോളെ കയ്യിലിരിപ്പ് വെച്ചിട്ട് എപ്പോഴും ഉണരേണ്ടതാണ്. എന്താണെന്നറിയില്ല. ചിലപ്പോ അമ്മ പാവം വീഡിയോ ഒക്കെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടങ്ങി കിടന്നു വരുന്നതാണോ ആവോ. എന്താവട്ടെ. എന്തായാലും എന്റെ മോക്ക് വലുതായ നേരം കാണാലോ. അപ്പൊ ഇതാണ് നമ്മുടെ യാലിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കണ്ണെഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ യാലിയുടെ കണ്ണെഴുതിയതും അതുപോലെ തന്നെ പൊട്ടു തൊട്ടതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ കണ്ണെഴുതി ഞാൻ സൂമായിട്ട് തന്നെ കാണിച്ചിരക്കണ്ട. ഇതാണ് എന്റെ കലാവിരുത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കേറി കമന്റ് ചെയ്യട്ടോ. അപ്പൊ യാലിയുടെ കുഞ്ഞിക്കണ്ണ് ഞാനെല്ലാം കൂടി എഴുതി വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.